എന്തിന്റെ ബത്ത? പരിശുദ്ധമായ റമളാനിലെ മൂന്നാമത്തെ 10 എന്തിന്റെ ബത്ത? ആതിരമാകുന്ന പ്രവാചകനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ, അൽഹംദുലില്ലാഹ്, റമളാൻ മാസം എന്റെ പ്രിയമുള്ളവരെ വിട പറയാൻ പോകുകയാ. റജബ് മാസം എന്റെ പ്രിയമുള്ളവരെ കടന്നു വന്നപ്പോ ഞാനും നിങ്ങളും അതാ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത റമളാനുണ്ടല്ലോ, പടച്ചവനെ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് റമളാനുണ്ടല്ലോ വിടയറാൻ പോകുകയാ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ, റഹ്മത്തിന്റെ 10 പ്രിയമുള്ളവരെ കടന്നുപോയല്ലോ, പടച്ചവനെ പാപമോചനത്തിന്റെ 10 വിട പറഞ്ഞു പോയി. അല്ലാ, മൂന്നാമത്തെ 10 ഈദെന്നറിയോ? റമളാനിലെ 2 10 പ്രിയമുള്ളവരെ കടന്നു പോകുമ്പോ മൂന്നാമത് 10 കടന്നു വരുമ്പോ ഞാനും നിങ്ങളും എന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യുന്നൊരു ദുആയുണ്ട്. ഈദെന്നറിയോ? ഈദെന്നറിയോ? അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അല്ലാഹുവേ നരകം തരല്ലേ അല്ലാ. അതുകഴിഞ്ഞ് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നൊരു ദുആയുണ്ട്, വഅദ്ഖിൽൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ സ്വർഗ്ഗം തരണേ അല്ലാ, സ്വർഗ്ഗം തരണേ അല്ലാ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്ന പ്രിയമുള്ളവരോട് പറയുകയാ, റമളാൻ കടന്നു പോകാൻ പോവുകയാ, റമളാൻ വിട പറയാൻ പോകുകയാ. നന്മയുടെ മാസമാകുന്ന റമളാനുണ്ടല്ലോ, പടച്ചവനെ പ്രതിഫലങ്ങളുടെ കൂമ്പാരമുള്ള റമളാനുണ്ടല്ലോ, നമ്മൾ വിട പറയാൻ പോവുകയാ. നാദാ, റമളാൻ അനുകൂലമാക്കണ അല്ലാ, റമളാൻ പ്രതികൂലമാക്കല്ലേ അല്ലാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യണേ, നരകത്തിന് വേണ്ടി ദുആ ചെയ്യല്ലേ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, ആരെങ്കിലും ഒരാള് ഒരു ദിവസമുണ്ടല്ലോ 7 തവണ എന്റെ പ്രിയമുള്ളവരെ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു തരുന്ന പ്രതിഫലമേതാ? നബി തങ്ങൾ പറയുകയാ, ആരെങ്കിലും ഒരാള് 7 തവണയുണ്ടല്ലോ സ്വർഗത്തിന് വേണ്ടി എന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു തരുന്ന പ്രതിഫലമുണ്ടല്ലോ. ഏതെന്നറിയോ? എല്ലാവരും മരിക്കുമല്ലോ, എല്ലാവരും അതാ വിട പറയുമല്ലോ, അസ്റായീൽ കടന്നു വരുമല്ലോ. ഏത് സമയത്തും എന്റെ പ്രിയമുള്ളവരെ മരിക്കുന്നതാ, അസ്റായീൽ കടന്നു വരുന്നതാ. ആരെങ്കിലും ഒരാൾ 7 തവണ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവനെ അതാ പടച്ചവന്റെ പരലോകത്ത് കൊണ്ടുവരികയോ, അല്ലാഹുവിന്റെ പരലോകത്തിന്റെ പ്രിയമുള്ളവരെ കൊണ്ടുവരികയാ. നാദാ, ചെമ്പിന്റെ തറയാകുന്ന പടച്ചവനെ പരലോകമുണ്ടല്ലോ, സൂര്യനതാ തലയുടെ തൊട്ടുമുകളിൽ കടന്നു വരികയാ. എല്ലാവരും അതാ പേടിച്ചു കൊണ്ട് വിറങ്ങലിക്കുകയാ. സ്വർഗമാണോ നരകമാണോ അദാബാണോ ഹൗലുൽ കൗസറാണോ, നന്മയുടെ പ്രതിഫലമാണോ തിന്മയുടെ അദാബാണോ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ പരലോകത്തിന്റെ പ്രിയമുള്ളവരെ പേടിച്ചുകൊണ്ട് വിറങ്ങലിക്കുമ്പോ ആരെങ്കിലും ഒരാൾ സ്വർഗത്തിന് വേണ്ടി 7 തവണ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു തരുന്ന പ്രതിഫലം ഏതെന്നറിയോ? സ്വർഗമതാ കടന്നു വരികയാ. സ്വർഗം അല്ലാഹുവിന്റെ പരലോകത്ത് കടന്നു വരികയാ. അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, അല്ലാ പടച്ചവനെ, ഇവൻ 7 തവണ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്തവനാണല്ലോ, ഇവൻ സ്വർഗം ലഭിക്കാൻ ദുആ ചെയ്തവനാണല്ലോ. സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, ഇവനെ എനിക്ക് തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗമതാ ദുആ ചെയ്യുമെന്ന് പറയുമ്പോ ആരെങ്കിലും ഒരാൾ 7 തവണയുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ 7 തവണയുണ്ടല്ലോ നരകീയ കാവലിന് വേണ്ടി ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹുമ്മ അജ്രിനി മിനന്നാർ,
അല്ലാഹുവേ തീജ്വാലയുള്ള കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ അവന് വേണ്ടി നാളെ പടച്ചവന്റെ പരലോകത്ത് നരകം കടന്നു വന്നിട്ട് പറയാം, അല്ലാഹുവേ പടച്ചവനെ ഇവനെ എനിക്ക് തരല്ലേ അല്ലാ, ഇവൻ നരകത്തിന് വേണ്ടി കാവൽ തേടിയവനാണെന്ന് നരകം നാളെ വിളിച്ചു പറയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, ആ പരിശുദ്ധമായ റമളാൻ നമ്മൾ ഇന്ന് വിട പറയാൻ പോവുകയാണ്. നന്മയുടെ മാസമായ റമളാൻ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കേണ്ട മാസമാകുന്ന റമളാൻ, തറാവിഹിന്റെ മാസമായ റമളാൻ, എന്റെ പ്രിയപ്പെട്ടവരെ നോമ്പുതുറയുടെ മാസമായ റമളാൻ, ആ പവിത്രമായ റമളാൻ നമ്മൾ ഇന്ന് വിട പറയാൻ ദിവസങ്ങൾ മാത്രമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ബാക്കിയുള്ളത്. അല്ലാഹു നല്ല രീതിയിൽ ഇബാദത്തുകൾ ചെയ്ത് അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ എന്ന് പറഞ്ഞ റമളാനിനെ വിട പറയാൻ നാഥൻ നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ റമളാനിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ഏതാ? ഓൺലൈനിലൂടെ വയല് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടും പറയാനുള്ളത്, ഈ പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരുമ്പോ ഞാനും നിങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്യേണ്ടത് എന്താ? നമ്മുടെ പാപങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഏറ്റു പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, അല്ലാഹുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ പ്രിയപ്പെട്ടവരെ തൗബ ചെയ്യുന്നവരെ. തൗബ ചെയ്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാഹ് നമുക്ക് ഈ സദസ്സിൽ നിന്ന് വിട പറയാൻ കഴിയണം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള ഒരുപാട് പേര്, പ്രത്യേകിച്ച് പ്രവാസികൾ പലരും, നൂറുകണക്കാന ആയിരക്കണക്കാന പാവങ്ങൾ ദുആ കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ അവരെല്ലാം നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ റഹ്മത്തിലാക്കണേ അല്ലാ. തൗബ ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ടവരെ കഴിയണം. ഈ റമളാനിന്റെ അവസാന പത്തിൽ ഒരു ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ പറയാ, നമ്മുടെ ജീവിതത്തിൽ അൽഹംദുലില്ലാഹ് കൊണ്ടുവരേണ്ട ചരിത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധമായ റമളാനിൽ തൗബ ചെയ്യാത്തവരുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കണം. ആരാ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ? ആരാ സഅലബ റളിയല്ലാഹു അൻഹു? ആരാ? ജീവിതത്തിൽ ഇത്ര ദിവസമായി പരിശുദ്ധമായ റമളാൻ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നിട്ട് ഇപ്പോഴും നമ്മൾ തിന്മകളുടെ പാന്താവിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ആ റമളാൻ കൊണ്ടൊരു കാര്യമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. മദ്രസയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത്, റമളാനിലെ അവസാന ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. റമളാനിലെ അവസാന ദിനങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു പോകുന്നത്. ആരാ? സഅലബ റളിയല്ലാഹു അൻഹു. ആരാ? ജീവിതത്തിൽ അറിയാതെ ഒരു തെറ്റ് ചെയ്തപ്പോ ആ തെറ്റ് ചെയ്തുകൊണ്ട് പശ്ചാത്താപിച്ച് വിട പറഞ്ഞു പോയ സഅലബ റളിയല്ലാഹു അൻഹു ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കണം. അല്ലാഹുവേ ആ സഅലബ റളിയല്ലാഹു അൻഹു പൊരുത്തം നൽകണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആരാ സഅലബ? ആരാ? ആരാ സഅലബ റളിയല്ലാഹു അൻഹു? ആരാ? ആതിരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാമാണല്ലോ സഅലബ. സഅലബ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ വെറുതെ ഇരുന്നാൽ പോരാ. എന്റെ പ്രഭാഷണം ശ്രമിക്കുന്ന എന്റെ പ്രിയമുള്ള ഉമ്മ, സഅലബ എന്ന് പറയുമ്പോ, സഅലബ എന്ന് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്നെ പ്രിയമുള്ളവരെ പറയാൻ കഴിയേണ്ടതാ. ആരാ സഅലബ എന്നറിയോ? സഅലബ എന്റെ പ്രിയമുള്ളവരെ നബി തങ്ങളുടെ ഖാദിമാണല്ലോ. സഅലബ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ഖാദിമാണല്ലോ. സഅലബ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ എല്ലാമാണല്ലോ. നബി തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് സഅലബ. സഅലബ മഹാനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ സഅലബയോട് പറയുകയാ, ഒരു കാര്യം സാധിക്കാനുണ്ട്, ഇന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുക, എന്നിട്ടതാ അവിടത്തേക്ക് പോയി വരിക. സഅലബ സഅലബയോട് എന്റെ പ്രിയമുള്ളവരെ കാര്യം പറയുകയാ. സഅലബ തങ്ങളുണ്ടല്ലോ മദീന മുനവ്വറയിൽ നിന്ന് പുറപ്പെടുകയാ, നബി തങ്ങളുടെ ചാരത്ത് നിന്ന് പുറപ്പെടുകയാ. സഅലബ തങ്ങള് പടച്ചവനെ മരുഭൂമിയിലൂടെ പോകുകയാ. അവസാനമതാ ഒരു തടാകത്തിന്റെ ചാരത്തുകൂടി നടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ. അല്ലാഹുവേ ആ തടാകത്തില് കുളിക്കുകയാ.
സൈലബ തങ്ങൾ പടച്ചവനെ കടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, ആ തടാകത്തിൽ പടച്ചവനെ കുളിക്കുകയാ. സൈലബ തങ്ങളതാ കണ്ണുകൊണ്ട് അറിയാതെ നോക്കുകയാണ്. അല്ലാ, സൈലബ തങ്ങൾ കണ്ണുകൊണ്ട് നോക്കുകയാ. ഈ കുളിക്കുന്ന പെണ്ണിനെയുണ്ടല്ലോ സൈലബ തങ്ങൾ അറിയാതെ നോക്കുകയാ. സൈലബ തങ്ങളതാ പേടിച്ചുകൊണ്ട് വിറങ്ങലിക്കുകയാ. ഇതുവരെ കണ്ണുകൊണ്ടൊരു ഹറാമ് പോലും കണ്ടില്ല. അല്ലാ പടച്ചവനെ, ഇന്നുവരെ ഈ സൈലബയുടെ കണ്ണുകൊണ്ട് പടച്ചവരെ ഒരു ഹറാമ് പോലും ചെയ്തില്ല. അല്ലാ നാദാ സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ളവരോട് പറയുകയാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, പട്ടിണി കിടക്കുന്ന മാസമല്ല റമളാൻ, പട്ടിണി കിടക്കുന്ന മാസമല്ല റമളാൻ. വെറുതെ എന്റെ പ്രിയമുള്ളവരെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന മാസമല്ല റമളാൻ. എന്റെ പ്രിയമുള്ളവരെ, കണ്ണിന് ഹറാമുള്ള വാപ്പമാരെ, കണ്ണിന് നോമ്പുണ്ട് വാപ്പമാരെ, ചെവിക്ക് നോമ്പുണ്ട് വാപ്പമാരെ, ഹൃദയത്തിന് നോമ്പുണ്ട് വാപ്പമാരെ, നാവിന് നോമ്പുണ്ട് വാപ്പമാരെ. അതുകൊണ്ട് പറയുകയാ, ഈ കണ്ണുണ്ടല്ലോ ഹറാമിലേക്ക് പോകാൻ പാടില്ല വാപ്പാ. സൈലബ തങ്ങൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. നാദാ അറിയാതെ സംഭവിച്ചതാണ് അല്ലാ, അറിയാതെ വന്നു പോയതാണ് അല്ലാ. സൈലബ തങ്ങൾക്കതാ സഹിക്കാൻ കഴിഞ്ഞില്ല. സൈലബ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നിലത്ത് കിടന്ന് കണ്ട് കരയുകയാ. അറിയാതെ കണ്ടുപോയ ഹറാമിന്റെ പേരില് സൈലബ തങ്ങളുണ്ടല്ലോ അറിയാതെ കരയുകയാ. ദിവസങ്ങൾ കഴിയുകയാ. നബി തങ്ങൾ സൈലബയെ നോക്കുകയാ. നബി തങ്ങൾ സൈലബയെ നോക്കുകയോ. പടച്ചവനെ, സൈലബയുണ്ടല്ലോ കാണാറില്ല. അല്ലാ, നബി തങ്ങൾ സഹാബിമാരോട് ചോദിക്കുകയാ, സൈലബയെവിടെ, 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 കാണാനില്ലല്ലോ. സൈലബ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണല്ലോ, സൈലബ തിരിച്ചു വന്നില്ല. സഹാബത്തിനോട് നബി തങ്ങൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ ജിബ്രീൽ കടന്നു വരികയാ. ജിബ്രീൽ കടന്നു വന്നു കൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹനെ പേടിച്ചിട്ട് ഒരു മനുഷ്യനുണ്ടല്ലോ, അല്ലാഹനെ ഭയന്നുകൊണ്ട് ഒരു മനുഷ്യനുണ്ടല്ലോ. യാ റസൂലല്ലാഹ്, ഒരു മലയുടെ മുകളിലുണ്ടല്ലോ തൗബ ചെയ്യുമെന്ന് നബിയേ. നബി തങ്ങൾ പടച്ചവനെ ഉമർ തങ്ങളെ വിളിക്കുകയാ, സൽമാൻ തങ്ങളെ വിളിക്കുകയാ. ഉമർ തങ്ങളോട് പറയുകയാ, ആ മലയുടെ മുകളിലേക്ക് കടന്നു ചെല്ലുക, അവിടെ സൈലബയുണ്ട്, അവിടെ സൈലബ ഇരിക്കുന്നുണ്ട്. സൈലബയെ വിളിച്ചു കൊണ്ടുവരിക. ഉമർ തങ്ങളതാ മലയുടെ ഭാഗത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാ. അവിടെ ചെല്ലുമ്പോ ഒരാട്ടിടനെ കാണുകയാ, ഒരാട് മേയിക്കുന്ന ആളെ കാണുകയാ. അയാളോട് ചോദിക്കുകയാ, സൈലബയെ കണ്ടോ, സൈലബയെ കണ്ടോ, സൈലബയെ കണ്ടോ, സൈലബയെ കണ്ടോ. ആട്ടിടയനതാ പറയുകയാ, ഈ മലയുടെ മുകളിലുണ്ടല്ലോ ഒരാള് ഭയന്ന് വിറച്ചുകൊണ്ട് തൗബ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, ഈ മലയുടെ മുകളിലുണ്ടല്ലോ, അത് സൈലബയാ. ഈ സൈലബ എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ പകൽ സമയത്ത് ഇറങ്ങി വരാറില്ല. ഈ സൈലബയുണ്ടല്ലോ പാതിരാത്രിയിൽ ആരുമില്ലാത്ത സമയത്ത് ഒരു ഭ്രാന്തനെ പോലെ ഈ സൈലബ ഈ മലയുടെ ചുവട്ടിലേക്ക് കടന്നു വരുന്നതാ. ഉമർ തങ്ങൾ കാത്തു നിൽക്കുകയാ. മഗ്രിബിന്റെ സമയമാകുമ്പോ ഒരു ഭ്രാന്തനെ പോലെയുണ്ടല്ലോ ഒരാളാ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാ. അതാരം അറിയോ? സൈലബ. അത് സൈലബയാ വാപ്പമാരെ. സൈലബ ഇറങ്ങി വരികയാ വാപ്പമാരെ. സൈലബ ഇറങ്ങി വരികയോ. സൈലബ ഇറങ്ങി വരുമ്പോ ഉമർ തങ്ങൾ കടന്നു ചെല്ലുകയാ. സൈലബയോട് ചോദിക്കുകയാ, സൈലബ, നബി തങ്ങള് വിളിക്കുന്നുണ്ട് സൈലബ, റസൂലുള്ള വിളിക്കുന്നുണ്ട് സൈലബ, നബി തങ്ങൾ വിളിക്കുന്നുണ്ട് സൈലബ, ഹബീബ് വിളിക്കുന്നുണ്ട് സൈലബ. സൈലബ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുകയാ, ഉമറേ ഞാനുണ്ടല്ലോ വരില്ല ഉമറേ,
ഉമർ തങ്ങൾ സഅലബയോട് പറയുകയാ, നീ വന്നില്ലെങ്കിൽ സഅലബ നിന്നെ വലിച്ചു കൊണ്ടുപോകും, സഅലബ നിന്നെ എഴച്ചു കൊണ്ടുപോകും, സഅലബ നീ വരാന് പറയുമ്പോ സഅലബ കരഞ്ഞുകൊണ്ട് പറയുകയാ, ഇല്ല ഇല്ല, നബി തങ്ങളുടെ മുമ്പിലേക്കുണ്ടല്ലോ ഈ സഅലബയുണ്ടല്ലോ, കടന്നു വരൂല. ഉമർ തങ്ങൾ വാശി പിടിക്കുകയാ, റസൂലുള്ളയാ വിളിച്ചത്, നബി തങ്ങളാ വിളിച്ചത്, ഹബീബാ വിളിച്ചത്, ഇല്ല ഇല്ല, നിന്നെയുണ്ടല്ലോ വലിച്ചടിച്ചുകൊണ്ട് നബി തങ്ങളുടെ ചാരത്തേക്കുണ്ടല്ലോ ഞാൻ കൊണ്ടുപോകും സഅലബ. പടച്ചവരേ, അവസാനമുണ്ടല്ലോ സഅലബ കരഞ്ഞുകൊണ്ട് പറയുകയാ, എനിക്ക് നബി തങ്ങളെ കാണാൻ കഴിയില്ല, നബി തങ്ങൾ നമസ്കരിക്കുമ്പോ എന്നെ അതാ കൊണ്ടുപോകൂ ഉമറേ. പടച്ചവനെ, ഉമർ തങ്ങൾ വാരിയെടുക്കുകയാ, സഅലബയെ കൊണ്ടു ചെല്ലുകയാ, മദീനയിലേക്ക് കൊണ്ടു ചെല്ലുകയാ. മദീനയിൽ ചെല്ലുമ്പോ നബി തങ്ങൾ നമസ്കരിക്കുകയാ, നബി തങ്ങൾ സലാം വീട്ടുകയാ, സഅലബയെ കൊണ്ടു ചെല്ലുകയാ. നബി തങ്ങൾ സഅലബയോട് ചോദിക്കുകയാ, സഅലബ എവിടെ, സഅലബ നിന്നെ കാണാനില്ലല്ലോ, നീ എവിടെയാ സഅലബ, നീ എവിടെ പോയതാ സഅലബ. സഅലബ തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, ഞാനുണ്ടല്ലോ കണ്ണുകൊണ്ടൊരു ഹറാമ് ചെയ്തു നബിയേ, ഞാനൊരു പെണ്ണിനെയുണ്ടല്ലോ അറിയാതെ നോക്കി നബിയേ. നബി തങ്ങളോട് പറയുമ്പോ നബി തങ്ങൾ സഅലബയോട് പറയുകയാ, സഅലബ ദുആ ചെയ്തു, സഅലബ അല്ല പൊറുക്കുന്നവനാ സഅലബ, അല്ല കരുണയുള്ളവനാ സഅലബ. എന്ത് വലിയ പാപങ്ങൾ ചെയ്താൽ, എന്ത് വലിയ അപരാധങ്ങൾ ചെയ്താൽ, എന്ത് വലിയ തിന്മകൾ ചെയ്താൽ, എന്ത് വലിയ മോശത്തരങ്ങൾ ചെയ്താൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, അല്ലയുണ്ടല്ലോ പൊറുക്കുന്നവനാ. സഅലബയോട് നബി തങ്ങൾ പറയുകയാ, തൗബ ചെയ്തോ സഅലബ, അല്ലയുണ്ടല്ലോ പൊറുക്കുന്നതാ. സഅലബ തങ്ങൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ദിവസങ്ങൾ കഴിയുകയാ, മാസങ്ങൾ കഴിയുകയാ, മണിക്കൂറുകൾ കഴിയുകയാ. വീണ്ടും അതാ സഅലബയെ സഅലബയുടെ തല പൊക്കുകയാ, നബി തങ്ങളുടെ മടിയിൽ വെക്കുകയാ. സഅലബയദാ കരയുകയാ. സഅലബയുടെ തലയുണ്ടല്ലോ നബി തങ്ങളുടെ മടിയിൽ നിന്ന് തെറ്റിക്കുകയാ, നബി തങ്ങളുടെ മടിയിൽ നിന്ന് തെറ്റിക്കുകയാ, നബി തങ്ങളുടെ മടിയിൽ നിന്ന്. പടച്ചവനെ, സഅലബയുണ്ടല്ലോ തലയതാ തെറ്റിക്കുകയാ. നബി തങ്ങളോട് പറയുകയാ, യാ റസൂലല്ലാഹ്, എന്റെ തലയുണ്ടല്ലോ നബിയേ അങ്ങയുടെ മടിയിൽ വെക്കണ്ട നബിയേ, ഈ മണ്ണിലേക്ക് വലിച്ചിടു നബിയേ, ഞാൻ പാപിയാ നബിയേ. നബി തങ്ങൾ സഅലബയോട് ചോദിക്കുകയാ, സഅലബ നിനക്കുണ്ടല്ലോ ഇഷ്ടമായില്ലേ സഅലബ എന്റെ മടിയിൽ തലവെക്കാൻ നിനക്ക് ഇഷ്ടമായില്ലേ സഅലബോ എന്നെ പ്രിയമുള്ളവരെ ചോദിക്കുമ്പോ സഅലബ തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മടിയിൽ തലവെക്കാൻ കൊതിക്കാത്തതാരാ നബിയേ, അങ്ങയുടെ മടിയിൽ തലവെക്കാൻ കൊതിക്കാത്തതാരാ നബിയേ, അങ്ങയുടെ മടിയിലൊന്ന് തല ചായ്ക്കാൻ നബിയേ കൊതിക്കാത്തതാരാണ് നബിയേ. ഞാനു പാപിയാ നബിയേ, ഞാനു പാപിയാ നബിയേ, ഹറാം കണ്ടവനാ നബിയേ. നബി തങ്ങൾ പറഞ്ഞു, സഅലബോ നീ അറിയാതെ കണ്ടതല്ലേ സഅലബ. സഅലബയദാ കരയുകയാ.
അതാണ് പ്രിയമുള്ളവരെ തൗബ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, തൗബ ചെയ്തോ. റമളാൻ വിട പറയാൻ പോകുകയാ. നന്മയുടെ മാസമാകുന്ന റമളാൻ വിട പറയുകയാ. തറാവീഹിന്റെ മാസം വിട പറയുകയാ. സദഖയുടെ മാസം വിട പറയുകയാ. സകാത്തിന്റെ മാസം വിട പറയുകയാ. ഇഅ്തികാഫിന്റെ മാസം വിട പറയുകയാ. ബറക്കത്തിന്റെ മാസം വിട പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, റമളാൻ വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് തൗബ ചെയ്യാൻ കഴിയണമല്ലോ. നാദാ, ചെയ്തു വീട്ടിയ അപരാധങ്ങള് നീ പൊറുക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവോട് സഅലബ റളിയല്ലാഹു അൻഹു ഏറ്റുപറഞ്ഞ തൗബ ചെയ്തതുപോലെ നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ തൗബ ചെയ്യാൻ കഴിയണം. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ റാഹത്തിലാക്കണേ അല്ലാ, സലാമത്തിലാക്കണേ അല്ലാ. എന്ത് വേദനകൾ ഉണ്ടെങ്കിലും നീ മാറ്റി നൽകണേ അല്ലാ. ഈ പാലമലയില് പ്രിയപ്പെട്ട സഹോദരിമാരോടക്കം പറയാനുള്ളത്, ജീവിതത്തിൽ എന്ത് തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് പൊറുക്കാനുള്ള മാസമാണ് ഏത് മാസം എന്ന് പറയുന്നത്? പരിശുദ്ധമായ റമളാൻ മാസം എന്ന് പറയുന്നത്. അല്ലാഹുവേ, നീ കബൂലാക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ റാഹത്തിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞാൻ നിങ്ങളോട് പറയുന്നത്, സഅലബ തങ്ങൾ അറിയാതെ കണ്ണുകൊണ്ട് നോക്കിപ്പോയൊരു പാപം, സഅലബ തങ്ങൾ അറിയാതെ കണ്ണുകൊണ്ടുപോയി നോക്കിയ പാപം ഞാൻ നിങ്ങളോട് പറയാ. വെറുതെ പട്ടിണി കിടക്കേണ്ട മാസമല്ല പരിശുദ്ധമായ റമളാൻ. വെറുതെ പട്ടിണി കിടക്കേണ്ട മാസമല്ല പരിശുദ്ധമായ റമളാൻ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിന് നോമ്പുണ്ട്, നമ്മുടെ ചെവിക്ക് നോമ്പുണ്ട്, നമ്മുടെ അവയവങ്ങൾക്ക് ഓരോ അവയവങ്ങൾക്കും ഓരോ മുടിനാരിക്ക് പോലും എന്റെ പ്രിയപ്പെട്ടവരെ നോമ്പുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ, എത്രത്തോളം തൗബ ചെയ്യാൻ കഴിയോ അത്രത്തോളം തൗബ എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്യാൻ കഴിയണം.